Hello guys, welcome back to our YouTube channel. This is Couples Vlog. It's me Kathukudi. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പെരുമ്പാവൂർ ചെറിയ ട്രിപ്പാണ്. ഇന്ന് പോയിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ട് തിരിച്ചു വരും. ഒരു 4 ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഫാമിലി ഫ്രണ്ട്സായിട്ട് അടിച്ച് പൊളിച്ച് വൈബാക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അതിനുള്ള എല്ലാ സാമഗ്രികളും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അടിച്ച് പൊളിക്കാൻ പോകണം. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫൺ ഡേ വിത്ത് ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഇന്നും പോണേ. അവരുടെ കൂടെ പോകണം, അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകണം. ഐ മീൻ 5 ഫാമിലീസ് ഉണ്ട് കേട്ടോ. 5 ഫാമിലീസും കൂടിയാണ് ഇന്ന് പോകാൻ വേണ്ടി പോണേ. കിടുക്കാച്ചായിരിക്കും മക്കളെ, നമുക്ക് ഒരുമിച്ചിരുന്ന് വൈബ് അടിക്കാം. അപ്പോൾ നമ്മൾ പോണ പെരുമ്പാവൂർ ഒരു റിസോർട്ടാണ്. ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പോൾ ടൈം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 12:30 കൃത്യമായിട്ടുണ്ട്. 12:30 ആകുമ്പോൾ ഞാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവർ റെഡി ആവുന്നില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യാൻ, അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. 12:30 ആകുമ്പോൾ റെഡി ആകാൻ പറഞ്ഞാൽ 12 അപ്പം ഞാനിവിടെ കറക്റ്റാണ് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവരാരും ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ റെഡി ആവണം അറിയില്ല, പക്ഷെ ഞാനിവിടെ കറക്റ്റ് ടൈമിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. 12:28 ഞാൻ ഫുൾ റെഡി ആയി കഴിഞ്ഞു. 12:30 വരുന്നത് ഞാൻ കറക്റ്റ് ടൈമാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമുക്ക് നമ്മുടെ വീട്ടിലൂടെ കുറേ പണി നടക്കുവാണ്. പെയിൻ്റ് അടിയും എന്താ പറയുക, വെള്ളം ഒഴിച്ചുള്ള ക്ലീൻ ചെയ്ത് ഭയങ്കര പണി നടക്കുവാണേ. അതുകൊണ്ടല്ലോ പോണേ, ഭയങ്കര പണി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ബംഗാളീസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ബാഗ് അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു 40 മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറും. അപ്പോൾ എന്തായാലും ഒരു 1 hour കൊണ്ട് നമ്മളിവിടെ എത്തും. അടിപൊളി റിസോർട്ടൊന്നല്ല, അടിപൊളി സംഭവമാണ് അവിടെ. അടിപൊളിയാണ് അവിടെ. ഒരു ഫോറസ്റ്റിന് അടുക്കുപോലെയാണ് എനിക്കത് വീഡിയോ കണ്ടപ്പോൾ ഫീലായത്. അപ്പോൾ അങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോലത്തൊരു സ്ഥലത്താണ് നമ്മൾ പോകാൻ വേണ്ടി പോകണം. അവിടെ പൂളുണ്ട്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളുണ്ട്. അടിച്ച് പൊളിക്കാൻ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുവാണ്. കുഞ്ഞാപ്പൂസ് കിച്ചണിലാണ് നമ്മളൊക്കെ. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ അങ്ങോട്ട് പോകണ വഴിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ കാണുന്ന ഗേറ്റ് അങ്ങ് കണ്ടില്ലേ, അവിടെയാണ് നമ്മളുടെ എന്താ പറയുക റിസോർട്ട് വരുന്നത്. റിസോർട്ടല്ല, ഒരു വീട് പോലെയാണ് ഗൈസ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് സ്ഥലം. കണ്ടോ ഇരിക്കുകയാണെങ്കിൽ കണ്ടിട്ട് സന്തോഷമാണ്. നല്ല അടിപൊളി പൂളുണ്ട്, അടിപൊളി ഒരു നല്ല സ്പേസിയസ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലത്തിൻ്റെ പേര് ജീവിക ഹാവൻ എന്നാണ് കേട്ടോ. അപ്പോൾ ജീവിക ഹാവൻ അടിപൊളിയാണ്. ആദ്യം നമ്മൾ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അവിടുത്തെ ഒരു ടൂറാണ്. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ടൂർ. ഇതാണ് നമ്മളത് എന്താ പറയുക പുറത്തുള്ള സ്ഥലം. അവിടേക്ക് പോകുമ്പോൾ കണ്ട ഗൈസ് പൂളുണ്ട്. പൂള് കഴിഞ്ഞ് ഇതാണ് അടിപൊളി പൂളാണ്. ഒരു കിഡ്സ് പൂളും ഉണ്ട്, വലിയൊരു പൂളുണ്ട്, അത്യാവശ്യം ആരൊക്കെ ഉള്ളൊരു പൂളാണ്. പൂള് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഫുഡ് കഴിക്കണ ഏരിയ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്ന ഏരിയ അങ്ങോട്ടേക്കൊരു വോളിബോൾ കോർട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു വീട്. ഒറ്റ നില വീടാണ്. 5 ബെഡ്റൂം ഉണ്ട്, ഒരു ഹാളുണ്ട്, അങ്ങനെ ഒരു സിറ്റ് ഔട്ട് പുറത്തിരിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് വെച്ചാൽ. അതിൽ കൂടെ കയറുമ്പം ഹോളുണ്ട്. TV അല്ല, ഹോളിൽ TV ഇല്ല, പക്ഷേ അടിപൊളിയാണ്. കുറച്ച് മോഡേൺ പ്ലസ് ഓൾഡ് ടച്ചുള്ള ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ഹാളെന്ന് വെച്ചാൽ. നല്ല അടിപൊളി ഹാളാണ്. അവിടെ ഒരു ചായക്കസേരയൊക്കെ ഉണ്ട്. ഹോള് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഇതാണ്. ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം എന്ന് വെച്ചാൽ. ഒരു ബെഡ്, പിന്നെ ഒരു കെറ്റിലും കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഒരു ടേബിളും, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഡ്രസ്സിങ് റൂമും ബാത്റൂമും ഉണ്ട്. എല്ലാ ബാത്റൂമും നല്ല അടിപൊളി ബാത്റൂം തന്നെയാണ് കേട്ടോ. അടിപൊളി ബാത്റൂമാണ്, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം. പിന്നെ അവിടുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഡൈനിങ് ഏരിയയും, പിന്നെ അവിടെ ഇവിടെ കുറച്ച് സെറ്റിയൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനൊക്കെ വേണ്ടി ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുത്ത റൂം. ഈ ഒരു റൂമിൽ വിൻഡോയുടെ അവിടെ ഒരു സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് എല്ലാ റൂം പോലെ തന്നെയാണ്. വിൻഡോയുടെ അവിടെ സീറ്റിംഗ് ഉണ്ട്. എല്ലായിടത്തും ബാത്റൂം ഏകദേശം ഒരേപോലെ, പക്ഷേ നല്ല സ്പേഷ്യസ് ഉണ്ട് ബാത്റൂമൊക്കെ. പെരുമ്പാവൂർ വരുവാണെങ്കിൽ ഇതെടുക്കുന്നതായിരിക്കും, കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു സിങ്ക് ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പം വേറൊരു ബെഡ്റൂമാണ്. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇവിടെയും മറ്റേ നമ്മളതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പോലെ തന്നെയാണ്, പക്ഷേ ഇങ്ങോട്ടൊരു സൈഡിലേക്ക് തിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇതും അവിടുത്തെ ബാത്റൂമാണ്. നല്ലൊരു ബാത്റൂം തന്നെയാണ്. എല്ലായിടത്തും ബാത്റൂം അതാണ് കേട്ടോ, സെയിം പോലെ, പക്ഷെ നല്ല അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇതാണ് ഒരു വെറൈറ്റി മുറി എന്ന് വെച്ചാൽ. ഇതൊരു ഓടിട്ട മുറിയാണ് ഗൈസ്. ഇവിടെ AC ഇല്ല, ബാക്കി എല്ലാ മുറിയിലും AC ഉണ്ട്. ഇതൊരു ഓൾഡ് ടച്ചിലുള്ള ഒരു മുറിയാണ്.
ബാത്റൂമൊക്കെ എല്ലാം ഒരേപോലെ അടിപൊളിയാണ്. ഇത് കണ്ടോ പോലെ ഒരു പഴയ ഒരു തറവാടായിരുന്നു, അവരത് റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. അടുക്കള കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് അവിടുത്തെ അടുക്കള. അടുക്കള നമുക്ക് അവർ യൂസ് ചെയ്യാൻ തരില്ല, ഇത് അവർ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. മുകളിലേക്കുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെ ജസ്റ്റ് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്കൊരു ഡൈനിങ് ഏരിയ പോലെ ഉണ്ട്. ഇതാണ് മുകളിലത്തേക്കുള്ള ഒരു ഏരിയ. ഇങ്ങോട്ട് 2 സൈഡിലേക്ക് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ 2 ബെഡ്റൂം പോലെ. ഇവിടെ നമുക്ക് കിടക്കുന്നില്ല, അത് താര മാത്രമേ അവർ അലോഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ കേസ് രാത്രിയായി, നമ്മൾ പൂളിലൊക്കെ ഒന്ന് ചാടി റെഡിയായിട്ട് രാത്രിയായിട്ട് ഗെയിംസ് തുടങ്ങി. ചിക്കനൊക്കെ തിന്നു, ഭയങ്കര അടിപൊളി ഗെയിംസ് ആയിരുന്നു. ഓരോരോ കാറ്റഗറിയിലാണ്. മറ്റേത് ഫസ്റ്റ് കാറ്റഗറി, അതായത് കിഡ്സിൽ ഫസ്റ്റ്, ജൂനിയർ കിഡ്സിലെ സീനിയേഴ്സാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ ഗെയിമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തേർഡായിപ്പോയി ഗൈസ് ഈ ഒരു ഗെയിമിൽ. ഈ ഗെയിം മനസ്സിലായെന്ന് അറിയില്ല, നമ്മളിങ്ങനെ ഓരോന്ന് തലയിൽ വെച്ചിട്ട് അങ്ങോട്ടും പോവും. പോയിട്ട് എന്താ പറയുക, ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചൊരു കപ്കാസ് ഉണ്ടാക്കണം. ഫസ്റ്റ് ഉണ്ടാക്കുന്ന ആളാണ് ജയിക്കുന്നത്. ജയിച്ചത് തനുവാണ്. ഇത് ജെൻസ്, ഇത് ഫൈനലാട്ടോ. ജെൻസിൻ്റെ വുമൻസിൻ്റെ ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു. ഇത് ഫൈനലാണ്, ഫൈനൽ റൗണ്ടാണ്. അത് ജയിച്ച ആരാന്ന് എനിക്കറിയില്ല, ഈ വീഡിയോയിലുണ്ട് കേട്ടോ പ്രൂഫ്. ആ ജയിക്കുന്ന സമയത്ത് ഞാൻ വേറെന്തോ ആലോചിച്ചിട്ട് നിൽക്കുമായിരുന്നു എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നല്ല കിഡിലായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ ആ ഒരു ഗെയിം സെക്ഷൻ. അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഓട്ടം, ഇതുവരെ ഓടുന്നൊക്കെ പോലും കാണാത്തവർ വരെ എന്തൊരു ഓട്ടമായിരുന്നു എന്നറിയാമോ ഗൈസ്. ഭയങ്കര ഓട്ടമായിരുന്നു. ചിലവർ ഭയങ്കര നടപ്പായിരുന്നു. അമ്മൂമ്മമാരുടെ സെക്ഷനൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. അവരൊക്കെ അങ്ങ് രാവിലെ നടക്കാൻ പോണ പോലെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കൈയൊക്കെ നീട്ടി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ഗെയിമായിരുന്നു. ഈ ക്യാൻഡിൽ ഊതുന്ന മത്സരമായിരുന്നു കേട്ടോ. കാറ്റഗറി സീനിയർ, ജൂനിയർ, കിഡ്സ്. പിന്നെ അങ്ങനെ ഒരു സെയിം പഴയതുപോലെ തന്നെയായിരുന്നു. അപ്പം ഞാനും തനുവും രാജേഷ് അനിയങ്കളായിരുന്നു. അനിയങ്കൾ ഫസ്റ്റ്, ഞാനും തരും സെക്കൻഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. ഇതൊക്കെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയും കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വയറ് ഭയങ്കര വിശക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ഇതേ പോയിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫ്രൈഡ് റൈസിൻ്റെ ആയിരുന്നു, ചപ്പാത്തി, ചിക്കൻ കറി, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അതൊക്കെ കഴിഞ്ഞാലും പിള്ളേരായാലും തളരത്തില്ല. വീണ്ടും പുതിയ കളികളും കണ്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വന്നേക്കുവാണ്. ഒരു വാവി ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ ഓരോ ബോളൊക്കെ എറിഞ്ഞ് അങ്ങനെ കളി തന്നെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ കളിയൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒട്ടും മോശമല്ല എന്നുള്ള രീതി അവരും പുതിയ കളി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ടംബോളാന്നായിരുന്നു കേട്ടോ കളി. അത് കുഴപ്പമില്ലാത്ത കളി. എനിക്ക് കുറച്ച് ബോറിംഗ് ആണ്. എനിക്ക് നമ്പേഴ്സ് വെച്ച് കളിക്കാൻ ഓൾറെഡി താല്പര്യമില്ല, പക്ഷെ രസമുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ കളിക്കുമ്പോൾ രസമുണ്ട്. ഇതൊരുമാതിരി എന്താ പറയുക, ഇങ്ങനെ അതിൽ നിന്ന് നമ്മളൊരു കോയിൻ എടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ടിക്കറ്റ് ഉണ്ട്, ഒരു കുത്താനൊരു സാധനമുണ്ട്. ആ നമ്പർ അതിലുണ്ടെങ്കിൽ കുത്തണം. ആ ടിക്കറ്റ് ഫുള്ള് കുത്തി കഴിയുന്നവരാണ് ജയിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതാണ് ടിക്കറ്റ്, അതിൻ്റെ സൈഡിലാണ് കുത്താനുള്ള സാധനങ്ങൾ. അങ്ങനെ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെയാണ് അവർ കിടക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ കൂടെ കിടക്കുവാണ്. നമ്മളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരുമിച്ച് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗൈസ് അത് അമലങ്കള, ശ്രീകുട്ടി ആൻറ്റി, പിന്നെ നിവു, തേജു, അപ്പു, അമ്മ. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ. അങ്ങനെ ഗൈസ് നല്ല സുഖമായിട്ട് ഇറങ്ങി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നല്ല കളിയും ചിരിയൊക്കെ. ഒന്ന് എഴുന്നേറ്റ് പൂളിലൊക്കെ ചാടി കിടുക്കാച്ചയായിട്ടുള്ള വൈബ്. നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ എഴുന്നേറ്റ് പൂളിലൊക്കെ ഒന്ന് ചാടി ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിന്ന് പോകും ഗൈസ്. എങ്ങോട്ട്? വീട്ടിലോട്ട് പോകണ വഴിക്ക് കുറച്ച് പരിപാടി പ്ലാൻസൊക്കെ ഉണ്ട്. നടക്കുമെന്നറിയില്ല, നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോ തീരാറായിട്ടുണ്ട്. പെട്ടെന്നാണ് ഗൈസ് ടൈം.
ഈ ട്രിപ്പ് ആവാൻ വേണ്ടി വരെ എത്ര ദിവസം കാത്തിരുന്നാണ്. പക്ഷെ ട്രിപ്പും പെട്ടെന്ന് അതാണ് കേസ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം കാണാം, നമുക്ക് എന്താ പറയുക, പ്ലാൻസ് കുറച്ച് നല്ല പ്ലാൻസ്, അടിപൊളി പ്ലാൻസ് ഒക്കെയാണ്. കാണാം. ഇതാണ് ഹരിത ബയോ പാർക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണതെന്ന് വെച്ചാൽ കുഴപ്പമില്ലെന്നേ പറയുള്ളൂ കേട്ടോ. അവിടെ എന്താ അങ്ങനെ കുറച്ച് മീനൊക്കെ ഉണ്ട്, കുറച്ച് രസമുണ്ട്, കുറച്ച് രസമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ. പിന്നെ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ വലിയൊരു മീനൊക്കെ ഉണ്ടോ ഗൈസ്? ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മീൻ ലോകത്തിലെ. ഇത് ചിലപ്പോൾ നമ്മുടെ ഫോണും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗൈസ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോണ ആനേനെ എന്തോന്നാ എലിഫന്റ് ട്രെയിനിങ് സെന്ററിലേക്കാണ് പോകുന്നത്. അവൻ പറയാണ് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്. നീക്കുട്ടിയുണ്ട്. ഹായ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ പറ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ കേട്ടില്ല ഗൈസ്, സോ സബ്സ്ക്രൈബ്. അങ്ങനെ കേസ് ഇത് അവിടുത്തെ ഒരു ആനയാണ്. ഇതിൻ്റെ പേര് ആശ എന്നാണ് കേട്ടോ ഈ ഒരു ആനയുടെ. ഇതൊരു കുഞ്ഞി ആനയാണ്. 23 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അതൊരു കുഞ്ഞി ആനയാണ്. പിന്നെയുള്ളത് ഹരിപ്രസാദ് എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു കേട്ടോ. അതിന് 50-51 വയസ്സായി. അതുകൊണ്ട് പ്രായത്തിൻ്റെ കാരണം അത് ഭയങ്കര ദേഷ്യമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതിങ്ങനെ ദേഷ്യം കാണിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ ഒരു ആനയുടെ പേര് അവിടെ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പം ആ ആന എന്താ പറയുക, ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു ആന. കുറച്ച് പ്രായമുള്ള പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ മറന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക പൂളിൻ്റെ വിഷ്വൽസ്. ഇത് ഞാൻ കാണിക്കാൻ മറന്നുമായിരുന്നു. നിങ്ങൾ ഉച്ചയ്ക്ക് അവിടെ വന്ന ടൈമിൽ ഇറങ്ങിയ പൂളിൽ ഇറങ്ങിയ ടൈമായിരുന്നു കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. അത് ആ ടൈമിൽ പൂളിൽ ഇറങ്ങിയപ്പോഴും എപ്പോൾ ഇറങ്ങിയാലും അടിപൊളിയുണ്ട്. രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പകൽ നമുക്കെല്ലാം കാണാം, പക്ഷേ രാത്രി ഭയങ്കര ലൈറ്റൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു കേട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ടൈപ്പ് സംഭവമായിരുന്നു. നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെരുമ്പാവൂരാണ് ഈ സ്പോട്ട്. ജീവിക ഹെവൻ എന്നാണ് കേട്ടോ പേര്. ഇത് ഒരു 5-6 ഫാമിലീസായിട്ട് വരാൻ വേണ്ടി അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അവരങ്ങനെ തരുള്ളൂ, ഒരു വീട് പോലെ ഞാൻ കാണിച്ചല്ലോ. ഇതാണ് കിഡ്സ് പൂള്. ഇതൊക്കെ നമ്മൾ കുഞ്ഞായിട്ട് നമ്മുടെ ഷോർട്സിൻ്റെ വിഷ്വൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേണ്ടി കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഹോം സ്റ്റേ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ ഫുഡ് ഉണ്ടാക്കി നമുക്കൊന്നു കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. അങ്ങനെ തനുണ്ട്. തനുക്കുട്ടിക്ക് കാലവിടെ എത്താത്തതുകൊണ്ട് എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞേക്കായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കളിച്ചു. നല്ല രസമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം കേട്ടോ. കുഞ്ഞുവാവ മുകളിൽ നിൽക്കുകയാണ്. അവനും കിഡ്സ് പൂളിൽ പോലും ഇറങ്ങാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഗൈസ് രാത്രിയിലത്തെ വിഷ്വൽസ്. അടിപൊളിയാണ്. അവിടുത്തെ ലൈറ്റും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങിയതിന് ശേഷം കളിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യണം, ഓരോരുത്തരും 2 ടീമായിട്ട് അങ്ങനെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. നമ്മൾ വേറെ പോയിട്ട് ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കി എല്ലാവരും കിടന്ന് അടിപൊളിയായിട്ട് ഡാൻസും ഗെയിംസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ആ ദിവസം തീർന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ.